ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ ശ്ലോകങ്ങൾ അർത്ഥം പറഞ്ഞ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് കുറേശ്ശെയായിട്ട് നമ്മൾ അർത്ഥം പറഞ്ഞ് പഠിക്കുന്നത്. ഇതുവരെ നമ്മൾ 20 ശ്ലോകങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് 21ാമത്തെ ശ്ലോകം നോക്കാം. കദംബ മഞ്ജരീക്ലിപ്ത കർണപൂര മനോഹര. ഭഗവതിയെ വർണ്ണിക്കുകയാണ് ഇവിടെ. എങ്ങനെയാണ് ഭഗവതിയെ വർണ്ണിച്ചിരിക്കുന്നത്? ചെവിക്കു മുകളിൽ കടമ്പിൻ പൂക്കൾ അണിഞ്ഞ് മനോഹരിയായി ഭഗവതി കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർണാഭരണമായി കദംബവൃക്ഷത്തിൻ്റെ പൂക്കൾ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ചെവിയുടെ ആ ഭാഗത്ത് ഈ കദംബ പുഷ്പങ്ങൾ അണിഞ്ഞ രൂപത്തിൽ ഭഗവതിയെ കാണപ്പെടുന്നു, മനോഹരിയായി കാണപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത ശ്ലോകം എന്താണ്? താടങ്കയുഗളീഭൂത തപോനോടൂപ മണ്ഡല. വീണ്ടും ഭഗവതിയുടെ കർണാഭരണങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 തോടകൾ 2 കാതിലായി ഭഗവതി അണിഞ്ഞിട്ടുണ്ട്. ആ 2 തോടകൾ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? സൂര്യനെയും ചന്ദ്രനെയും സൂചിപ്പിക്കുന്നു. അതായത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മണ്ഡലങ്ങളോട് കൂടിയവൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 ശ്ലോകങ്ങളിലും കർണാഭരണങ്ങൾ, അതായത് ഒന്ന് ചെവിയുടെ മുകളിലായിട്ട് കടമ്പ പുഷ്പങ്ങൾ അത് വെച്ചിരിക്കുന്നു. കടമ്പ പുഷ്പങ്ങൾ കൊണ്ട് ചെവിയുടെ മുകൾ ഭാഗം അലങ്കരിച്ചിരിക്കുന്നു. നിങ്ങൾ ആ രൂപം ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനുശേഷം ഭഗവതി 2 വലിയ കർണകുണ്ടലങ്ങൾ ഇട്ടിരിക്കുന്നു, കർണാഭരണങ്ങൾ. അത് സൂര്യനും ചന്ദ്രനുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള ആ മനോഹരിയായ ഭഗവതിയെയാണ് ഈ 2 ശ്ലോകങ്ങളിലൂടെ വർണ്ണിക്കുന്നത്. നിങ്ങൾക്ക് ഈ 2 ശ്ലോകങ്ങളുടെയും അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം, അതായത് വെള്ളിയാഴ്ച പഠിക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ.